നമുക്ക് ആ പുതിയ പാലത്തിലേക്ക് ഒന്ന് കയറി ഒന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ പുതിയ പാലത്തിലേക്ക് കയറുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുതിയ പാലമാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊല്ലം ബൈപ്പാസിലെ ആറൂരി പാതയുടെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ്, ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ മേവറത്ത് നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പറയാനുള്ള, മേവറത്ത് വരുന്ന അണ്ടർ പാസിൻ്റെ ഗഡറുകളും അതിൻ്റെ മേളിൽ ക്രോസ് ഗഡറുകളും മേളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് അതേപോലെ അണ്ടർ പാസിൻ്റെ പണി ഉടനെ പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. നമുക്ക് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ടൊക്കെ പാലത്തിൻ്റെയൊക്കെ പണി കുറേയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ നമ്മൾ കൊല്ലം ബൈപ്പാസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കാണിച്ച പോലെ മേവറം വരുന്ന അണ്ടർപാസിൻ്റെ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട ഒരു സൈഡ് മണ്ണിട്ട് കുറേ നാളായി മണ്ണിട്ട് ഉയർത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർപാസ് വരുന്നതിന് കൊണ്ട് തന്നെ ഇവിടെ റോഡിങ്ങനെ ഉയർന്നു വരും. നമ്മളിപ്പോൾ ട്രാവൻകൂർ മെഡിസിറ്റിയിലാണ്. ഇവിടെയൊക്കെ വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് 1.5 മാസത്തിന് മേലെ ഈ ഭാഗത്ത് അന്ന് അതേപോലെ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. ഇത് കുറേ നാളായി. ഇനി നമുക്ക് അവിടെ പാലത്തറ വരുന്ന NS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരുന്ന അണ്ടർപാസിൻ്റെ പണി എവിടം വരെ ആയെന്ന് നോക്കാം. ഒരു ഭാഗത്തേക്കുള്ള അണ്ടർപാസിൻ്റെ പണി പൂർത്തിയായതാണ്. മറുഭാഗത്തിൻ്റെയും പണി തുടങ്ങിയതുകൊണ്ട് ഗഡറുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഭാഗത്തെ അണ്ടർപാസിൻ്റെ പണി ഉടനെ പൂർത്തിയാകും. പിയറിൽ വരുന്ന അണ്ടർപാസാണ്. അണ്ടർപാസുകൾ ഇങ്ങനെ പിയറിൽ വരണം. ഇത് അങ്ങനെയാണോ വരേണ്ടത്? വിശാലമായ വലിയ അണ്ടർപാസാണ് കേട്ടോ. വട്ടേ ബിൽഡിംഗ്. മറുഭാഗത്തേക്കുള്ള അണ്ടർപാസ് ഉണ്ട്. ഇതേപോലെ ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രോസ് ഗഡറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗഡറുകൾ ഈ ഇടയ്ക്കാണ് എടുത്തു വെച്ചത്. നമ്മളിവിടെ ഈ അണ്ടർപാസ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ കാഴ്ചയും ഇടത് സൈഡിൽ ഇതേപോലെ മണ്ണിട്ട് ഉയർത്തി കുറേ ഭാഗത്ത് ഉയർത്തിയിട്ടുണ്ട്. ഇതേപോലെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. കുറേ ഇതിപ്പോൾ 2-3 മാസമായി ഇതേപോലെ മണ്ണിട്ട്. ഈ ഭാഗത്തൊന്നും ഞാനിപ്പോൾ കാണിച്ച അണ്ടർപാസിൻ്റെയും അങ്ങനെ അല്ലാത്ത പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തൊന്നും വലിയ തിരുവനന്തപുരം ജില്ലയെ പോലെ വലിയ പണികളൊന്നുമില്ല. ഇവിടെ ഇടത് സൈഡിൽ കുറച്ച് താഴ്ന്നു നടക്കും. അത് പല ഭൂരിപക്ഷവും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വലിയ പണിയെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സമയത്തിനുള്ളിൽ പണി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഇങ്ങനെ ലെവലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ പണിയുണ്ടായി. ഭൂരിപക്ഷവും ഇതേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും തീർത്തിട്ടുണ്ട്. പാടുള്ള ഇപ്പം പണി നടക്കുന്നത് പാലങ്ങളുടെയും അണ്ടർപാസിൻ്റെയും ഒക്കെയാണ് പണി തകൃതിയായിട്ട് നടക്കുന്നത്. നമുക്ക് ആയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് 2 ചെറിയ തോട്സ്, 2 തോടിനും പാലം വേണം. അപ്പോൾ അതിൻ്റെ പണി എവിടം വരെ ആയെന്ന് നോക്കാം. ആദ്യത്തെ ഒരു തോടുണ്ട്. ഈ തോട് ഒരു അത്ഭുതകരമായ തോടാണ്. ഈ തോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തോട് ഇങ്ങനെയാണ് ഒഴുകുന്നത്. അവിടുന്ന് ഇങ്ങനെ ഒഴുകി ഇവിടുന്ന് റൗണ്ട് അടിച്ച് എവിടെ നിന്നാണോ ഒഴുകി വന്നത് അതേ സൈഡിൽ അങ്ങോട്ട് പോകും. ഞാൻ അപ്പുറ സൈഡ് വന്ന് കാണിച്ചു തരാം. ഇവിടെ ആ പിയറിൻ്റെ പൈലിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പാലത്തിൻ്റെ പണിയൊന്നും ആയില്ല. അപ്പുറ സൈഡും പാലത്തിൻ്റെ പണി തുടങ്ങിയില്ല. പൈലിങ് കഴിഞ്ഞ് പിയറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ. ഈ തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്. ഈ പാലം ഏതാണെന്നറിയാം, ഞാൻ ഇപ്പം കാണിച്ച തോട് തന്നെ കറങ്ങി ഇതിലെ ഒഴുകി അങ്ങോട്ട് പോകുന്നത്. ആ തോട് തന്നെ. ഇവിടുത്തെ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലുണ്ടായി പുതിയ പാലത്തിൻ്റെ പണി. മേളിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടത് സൈഡിൽ നിന്നിട്ട് ഇതേപോലെ കോൺക്രീറ്റ് വർക്ക് കണ്ട 2 ദിവസമായതേ ഉള്ളൂ. കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് അപ്പുറത്തെ സർവീസ് റോഡിലും പാലം വരുന്നുണ്ട്. ഇവിടെ 2 പാലം, ഒന്ന് ഇത് 3 വരി പാലം, ഇവിടെ 3 വരി പാലം, ഇവിടെ ഇഷ്ടംപോലെ പാലം ഉണ്ടല്ലോ. അതാട്ടെ സർവീസ് റോഡിനും പാലം, അതിൻ്റെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലം പൊളിച്ച് ഇവിടെ വേറെ പാലം പണിയും. അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ പാലമാണ്, അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലത്തിൻ്റെ ഒക്കെ പണി തകൃതിയായിട്ട് നടക്കുന്നു. ഈ തോട് ഞാൻ പറഞ്ഞ ഈ തോടില്ല, ഇപ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്ന തോട്, ഈ തോട് ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒഴുകി കറങ്ങി ഇങ്ങനെ പോവുകയാണ്. വന്ന വഴി തന്നെ തിരിച്ചു വേണം, യൂട്ടൺ അടിച്ച് പോകുന്ന തോടാണത് കേട്ടോ. എന്നിട്ട് പാലത്തിൻ്റെ പണിയൊക്കെ തുടങ്ങി. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ സർവീസ് റോഡ് വഴിയായിരിക്കും വാഹനങ്ങൾ ഇവിടെ കടത്തി വിട്ടിട്ട് മെയിൻ പാലം പൊളിക്കും. മെയിൻ പാലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിലവിലുള്ള പാലം പൊളിച്ച് പുതിയ പാലം പണിയും. ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് തുറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പൊടിയാണ്. അയലത്തിൽ അണ്ടർപാസ് വരുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് പാലം വരുന്നുണ്ട്, പിന്നെ സർവീസ് റോഡിനും പാലം വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ വലിയൊരു പണി നടക്കേണ്ട ഭാഗമാണ്. അതേപോലെ തന്നെ നല്ല വേഗത്തിൽ പണിയും നടക്കുന്നുണ്ട്, നമുക്ക് പോയി കാണാം. ഇവിടെ റോഡ് ഇപ്പോൾ ആകെ കൺഫ്യൂഷനാണ്, എങ്ങോട്ട് പോകണമെന്നൊന്നും ഒരു പിടിത്തവും കിട്ടത്തില്ല. ആദ്യമായിട്ട് വരുന്നവർ അങ്ങോട്ടൊക്കെ പോകും, ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അണ്ടർപാസിൻ്റെ പണി മേളിൽ കോൺക്രീറ്റ് വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട്, ഗഡറുകൾ സ്ഥാപിച്ച്. അത് കഴിഞ്ഞ ഉടനെ പാലമാണ് വരുന്നത്. ഇവിടെ തോടുണ്ട് കേട്ടോ, ആ പാലത്തിൻ്റെ പിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തുണ്ട് സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് വശത്തും സർവീസ് റോഡിൻ്റെ പാലം പണി കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ സർവീസ് റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ പണിയും തകൃതിയായിട്ട് കിടക്കുകയാണ്. ഉടനെ തന്നെ ഇവിടെ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങളെ കടത്തി വിടും കേട്ടോ. അതിനു വേണ്ടിയിട്ടുള്ള പണികൾ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ പാലം പണിഞ്ഞ് നല്ല ഉയർത്തി കണ്ടോ, അത്രയും ഉയരത്തിലായിരിക്കും റോഡ് വരുന്നത് കേട്ടോ. അപ്പം അവിടെ ഉടനെ പൈലിങ്ങിൻ്റെ വർക്ക് തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അയത്തിലെ കാഴ്ചകൾ. ഇപ്പം സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളെ ഈ ഭാഗത്ത് കടത്തിവിടുന്നത്. കറുത്ത മണ്ണ് ഒരുപാട് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ ടൈറ്റാനിയത്തിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അവിടെ ഇങ്ങനെ ഇതേപോലെ കറുത്ത മണ്ണ് ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ആയത്തിൽ ടെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള എൻട്രിയാണ്. എൻട്രി എക്സിറ്റ് വരുമ്പം നമ്മുടെ സർവീസ് റോഡ് നേരെ പകുതിയായിട്ട് ചുരുങ്ങും, പകുതി ഇങ്ങനെ എക്സിറ്റും എൻട്രി ആയിട്ട് മാറുന്നുണ്ട്. ഇതേപോലെയാണ് കഷ്ടിച്ചൊരു വണ്ടി കടന്നു പോകുന്ന രീതിയിലാണ് എക്സിറ്റും എൻട്രിയും. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു എക്സിറ്റ് കാണും. ഇവിടെ എൻട്രിയാണ്, മെയിൻ റോഡിലേക്കുള്ള എൻട്രി, അപ്പുറത്തെ എക്സിറ്റ് ആയിരിക്കും. അതേപോലെ അണ്ടർപാസ് എക്സിറ്റും എൻട്രിയും പ്രധാനമായിട്ട് വരുന്നത് വലിയ അണ്ടർപാസുകൾ വരുന്നതിന് തൊട്ട് മുമ്പ് എക്സിറ്റും എൻട്രിയും വരും കേട്ടോ. നമ്മളിപ്പോൾ കല്ലന്താഴം എത്താറായി. കല്ലന്താഴത്തിൽ ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്, അതിന് മുമ്പിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ പണി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം ഇവിടെ വരെ ആയത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. ഇതിപ്പം പുതിയപ്പം പണി തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇതിലില്ലായിരുന്നു തോന്നുന്നു പ്ലാനിങ്ങിൽ. എന്തായാലും ഇവിടെ ഒരു അത്യാവശ്യം ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്ന ഇവിടെ ഇത് മതി, ധാരാളം തന്നെയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റി. പെഡസ്ട്രിയൽ അണ്ടർപാസ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ഉടനെ ഇവിടെ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പണി ഇവിടെ പിയറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റെയിൽവേ പാലത്തിൻ്റെ മേളിൽ
സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് പുതുക്കി പണിയണമെങ്കിൽ ഇതുവഴി വാഹനം കടത്തി വിടണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള ഈ പാലം ഇനി ഉപയോഗിക്കാൻ സാധ്യതയില്ല. പുതിയ പാലം തന്നെ എനിക്ക് പണിയുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മൾ കല്ലെന്തായാലും വരുന്ന അണ്ടർപാസ്, വലിയൊരു അണ്ടർപാസ്സാണ്. അതിൽ പെയിൻ്റൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ വരുന്ന ഈ മേൽപ്പാലങ്ങളിലെ ഫ്ലൈ ഓവറിലൊക്കെ വരുന്ന പെയിൻറ്റ് ഇതാണ് കേട്ടോ, നീലയും മറ്റേ കളർ, അതിൻ്റെ പേര് മറന്നു പോയല്ലേ. നല്ല രസമാണ് കേട്ടോ കാണാൻ. കഴക്കൂട്ടം ഫ്ലൈ ഓവറൊക്കെ കാണാൻ ഇപ്പോഴും അടിപൊളിയാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ വാഹനങ്ങളെ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുണ്ട്ര ഭാഗത്തേക്ക് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. പാലത്തിൻ്റെ പെയിൻ്റ് അടിയൊക്കെ അടിപൊളിയായിട്ട് പുരോഗമിക്കുകയാണ്. അല്ലെന്തായം കഴിഞ്ഞ് വാഹനങ്ങളെ സർവീസ് റോഡ് വഴിയാണ് രണ്ട് സൈഡിലും വാഹനങ്ങൾ കടന്നു പോകുന്നത്. നിലവിലുണ്ടായിരുന്ന റോഡ്, മുമ്പ് ഉണ്ടായിരുന്ന റോഡിൽ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രേ ഉയരും കേട്ടോ. ഇവിടെ വമ്പൻ ഉയർന്നിട്ടാണ് മെയിൻ റോഡ് പോകുന്നത്. എൻ്റെ അമ്മോ, എന്തോ വൻപതിലോ. പിന്നെ ഇവിടെ ഒരു ചെറിയ, ഞാൻ മുമ്പേ കാണിച്ച പോലെ ഇവിടെ ഒരു ചെറിയൊരു പെഡസ്ട്രിയൽ അണ്ടർപാസ് വരുന്നുണ്ട്. ആൾക്കാർക്ക് നടക്കാനാണ്. പിന്നെ ചെറിയ വാഹനങ്ങളൊക്കെ പോകും. അതിൻ്റെയൊക്കെ പണി എത്രത്തോളം ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തെയും പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഏകദേശം കുറേ ദൂരത്തേക്ക് ആറൂരി പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ആദ്യം കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും പണി പൂർത്തീകരിച്ച ഭാഗമാണ് ഇവിടെ. മങ്ങാട് പാലത്തിലേക്ക് കയറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് പുതിയ പാലം വരുന്നത്. പുതിയ പാലം പണിഞ്ഞ് ഈ രണ്ട് പാലവും യോജിപ്പിക്കും കേട്ടോ. അത് അപ്പുറത്തൊരു പാലം അതേപോലെ പണിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ ആറൂരി പാത. നിലവിലുള്ള പാലം പുതുക്കി പണിയത്തില്ല. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പാലവും ഈ പാലവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് എന്നിട്ടാണ് ഈ ആറൂരി പാത ആക്കുന്നത്. അത് അപ്പുറത്ത് കുറേ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്ത് പാലം കാവനാട് വരുന്ന പാലം കുറേ ഭാഗത്ത് അങ്ങനെ ഈ ഡിവൈഡറൊക്കെ ഇടിച്ച് പൊളിച്ച് ഒന്നാക്കിയിട്ടുണ്ട്, രണ്ട് പാലവും കൂടി. അതിനുശേഷമാണ് ആറൂരി പാത റെഡിയാക്കുന്നത്. മങ്ങാട് പാലത്തിൻ്റെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ പിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തു. ഇനി 2-3 പിയറിൻ്റെ വർക്കേ ഉള്ളൂ. കണ്ടോ, ഇവിടുത്തെ പിയറിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാ പിയറിൻ്റെ വർക്കും പിയർ ഗ്യാപ്പ് കഴിഞ്ഞു. അങ്ങോട്ടൊക്കെ ഗഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പാലമല്ലേ, ഗഡറുകളൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ എല്ലാം ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ട് വരുവാണ്. അങ്ങോട്ട് പോയി കാണാം. അയ്യോ, സൂര്യന് ഓപ്പോസിറ്റാണ്. നല്ല വെട്ടക്കുറവായിരിക്കും. അവിടുന്ന് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. ഇത് പ്രത്യേകതരം ക്രെയിനാണ്. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗഡറുകൾ ഇങ്ങനെ സ്ഥാപിക്കുന്നത്. ഇവിടെ ഗഡറുകൾ സെറ്റാക്കിയിട്ട് ഈ ക്രെയിൻ അപ്പുറത്ത് പോകും. അങ്ങനെയാണ് ചേട്ടാ. ഈ അവിടുന്ന് ഗഡറുകൾ കൊണ്ടുവരുന്ന ഈ റെയിൽവേ പാളം വഴിയാണ് കേട്ടോ. റെയിൽവേ പാളം കൊണ്ട് ഇവിടെ കേട്ടോ അങ്ങാണ് ഗഡർ ഇരിക്കുന്നത്. അവിടുന്ന് ഈ റെയിൽവേ പാളം വഴി
നീക്കിക്കൊണ്ട് വരും. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രാത്രിയിലാണ് ഇവർ ഈ ഗഡറുകളൊക്കെ മാറ്റുന്നത് കേട്ടോ. ഞാൻ ഒരിക്കൽ കണ്ടു, പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര രസമാണ്. പതിയെ 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 പതിയാണ് കൊണ്ടുവരുന്നത് ഈ ട്രെയിൻ പാളം വഴി. ട്രെയിൻ പാളം അല്ല, ഗഡർ പാളം. ഗഡർ പോകുന്ന പാളമാണ് ഗഡർ പാളം. ഇവിടെ അവർ കയറ്റുന്നുണ്ട്. ഇതേപോലെ ഗഡറുകൾ വേണ്ട. ഈ വണ്ടിയാണ് വേണ്ട, മഞ്ഞ സാധനമില്ലേ, അതിലാണ് കയറ്റി വയ്ക്കുന്നത് ട്രെയിൻ ഉപയോഗിച്ച്. എന്നിട്ട് വേണ്ട, ഇവിടെ ജനറേറ്റർ വഴിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതേപോലെ വലിയ റോഡുകൾ പണി നടക്കുന്നത് അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികൾ മാത്രമായിരിക്കണം. അവർക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. പരിപാടിയെല്ലാം ചടപടയെ നടക്കും. ശിവാലയ കൺസ്ട്രക്ഷൻ എല്ലാ സംഗതികളും സെറ്റപ്പാണ്. വളരെ വേഗത്തിലാണ് കേട്ടോ. എല്ലാ ടൈപ്പ് മെഷീനറീസും അവരെ കയ്യിലുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടപ്പേന്ന് നടക്കും. തിരുവനന്തപുരം ജില്ലയിലെ RDS കമ്പനിയാണ്. RDS കമ്പനി ഇത്രയും വലിയ വർക്ക് ചെയ്യുന്നത് ചെറുതായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആകെ RDS കമ്പനി അറിയാവുന്നത് മറ്റേ എന്താണ് എറണാകുളത്ത് ഒരു പാലം പണിഞ്ഞല്ലേ, ഇതൊരു പാലമാണ്, അത് പറയാം. അതിന് മുമ്പ് കണ്ട ഇവിടെ മങ്ങാട് വരുന്ന അണ്ടർപാസിൻ്റെ പണി കണ്ട എത്രത്തോളം ആയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെയൊക്കെ പണിയാണ് അവർ ഫസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ വളരെ വേഗത്തിൽ അവരെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. പാട്ടുള്ള പണികളൊക്കെ ഏകദേശം പൂർത്തിയാവാറായി കേട്ടോ. ഗഡറുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ ക്രോസ് കട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അണ്ടർപാസ്സാണ് കേട്ടോ ഈ മങ്ങാട് വരുന്നത്. പാലാരിവട്ടം പാലം RDS കമ്പനി പാലാരിവട്ടം പാലം പണിഞ്ഞ ടീമാണ്. അപ്പോൾ അവർക്ക് വലിയ വർക്കുകൾ ചെയ്യാനുള്ള കഴിവ്. ഒരുപാട് പേര് കമൻ്റ് ഇട്ടാണത് ആളും പേരൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഇഴഞ്ഞ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. ഇവിടെ ഈ പണി നടക്കുന്നത്, അതായത് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന കടമ്പാട്ട് നിന്ന് കാവനാട് വരെ പണി നടത്തുന്നത് ശിവാലയ കൺസ്ട്രക്ഷനാണ്. ഇവർ അങ്ങോട്ട് വടക്കോട്ടുണ്ടല്ലോ, തൃശ്ശൂർ, മലപ്പുറം ജില്ലയിൽ ഒക്കെ വർക്ക് നടത്തുന്ന വലിയ കമ്പനിയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ. അപ്പോൾ മങ്ങാട് പാലം കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ ഒക്കെ പണി പൂർത്തിയായി. ആ അണ്ടർപാസുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ പണി കണ്ടോ, ഏകദേശം മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോരം താഴ്ന്നു നടന്ന പ്രദേശമായിരുന്നു അറിയാം. പക്ഷെ ഇത് അണ്ടർപാസ് അല്ല, പാലം. അണ്ടർപാസ് അല്ല കേട്ടോ, പാലത്തിൻ്റെ പണി കണ്ട ഫുള്ള് ഫിനിഷായി. എന്നിട്ട് കണ്ട ഇവർ ഈ ഡിവൈഡർ ഉണ്ടല്ലോ പൊളിച്ച് നീക്കുക. അപ്പുറത്തെ പാലത്ത് ഞാൻ കാണിച്ചു തരുന്ന പാലത്തിൻ്റെ പണിയൊക്കെ സെറ്റപ്പായിട്ട് കഴിഞ്ഞു. ഇനി ഈ കടമ്പാട്ട് തൊട്ട് കാവനാട് വരെ വലിയ പണികൾ പലതും ബഹുഭൂരിപക്ഷം അവർ പൂർത്തിയാവാറായിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്ന പണികൾ വളരെ ഫാസ്റ്റായിട്ട് അവരെ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും, ഉറപ്പാണ്. പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെയും ഒക്കെ പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ പണിയും കഴിഞ്ഞ് അതിൻ്റെ ഭാഗത്ത് വരുന്ന മറ്റേ റോഡിൽ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഒക്കെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ.
മുമ്പ് ഉണ്ടായിരുന്ന ടോൾ ബൂത്തില്ലേ, അതിന് തൊട്ടെത്തുന്നതിന് മുമ്പ് ഇപ്പം സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. മെയിൻ റോഡിൽ ഇങ്ങനെ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി മണ്ണിട്ട് വരുത്തുന്ന പരിപാടിയാണ് മെയിൻ റോഡിൽ നടന്നത്, നിലവിലുണ്ടായിരുന്ന റോഡിൽ നടക്കുന്നത്. അണ്ടർപാസിൻ്റെ പണിയൊക്കെ പൂർത്തിയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ കാവനാട് പാലം എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ 2 പാലം കൂടെ യോജിപ്പിക്കുന്ന കുറച്ച് യോജിപ്പിച്ച കുറച്ച് ഭാഗമുണ്ട്. ഒന്ന് പോയി കാണാൻ. ഈ കാവനാട് വരുന്ന ആ പാലത്തിൻ്റെ ഗഡറുകളാണ് കേട്ടോ അവിടെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത്. എന്തോരം ഗഡറുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ സൊമാറ്റോ ഇതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓർഡർ, അതുകൊണ്ടാണ് വളരെ കുറച്ച് വേഗത്തിൽ ഇങ്ങനെ ഓടിച്ച് വീഡിയോ എടുത്തൊക്കെ പോകുന്നത്. അതുപോലെ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് വർക്ക് ചെയ്യണമെന്ന് ഒരാൾ കമൻറ്റ് ഇങ്ങനെ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും ഓണം കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓണത്തിൻ്റെ ഇടയിൽ ഇപ്പം ഈ ഇടയിൽ ഇനി സൊമാറ്റോ ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് പൈസ കിട്ടുന്ന സമയമാണ് ഈ സമയം, ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ അത് ഒപ്പിച്ചെടുക്കണം. എന്തോരം കാറ്റാണ് ഇവിടെ. ഇല്ല, കാറ്റാടി യന്ത്രം കൊണ്ടുവച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടും അല്ലേ. കൊല്ലം ബൈപ്പാസിലെ നിലവിലുള്ള പാലവും പുതിയ പാലവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ഒറ്റ പാലമായിട്ടാണ് കാണുന്നത്. ഇപ്പുറത്ത് പുതിയ പാലമാണ്, രണ്ടും കൂടെ ഒന്നാക്കി. നമുക്ക് ആ പുതിയ പാലത്തിലേക്ക് ഒന്ന് കയറി ഒന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ പുതിയ പാലത്തിലേക്ക് കയറുകയാണ്. ഇവിടെ കമ്പിയുണ്ട്, വണ്ടി പഞ്ചറാവും കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുതിയ പാലമാണ് കേട്ടോ. ഇവിടെയാണ് ആ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നത്, ഇവിടെയാണ് പഴയ പാലത്തിൻ്റെ. അത് പൊളിച്ച് ഇത് രണ്ടും കൂടെ ഒന്നാക്കിയിട്ടുണ്ട്. ഇനി ഇവർ ഇതിൻ്റെ കറക്റ്റ് അളവനുസരിച്ച് 3 വരി പാതയും 3 വരി പാതയും 6 വരി പാതയും ആക്കും. മുമ്പേ ചെറിയ സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പഴയ പാലത്തിൽ 3 വരി പാത ആക്കുന്നതെന്ന്. അവർ ഇപ്പോൾ 2 പാലവും കൂടെ ഒന്നാക്കിയിട്ട് അത് കണക്കനുസരിച്ച് അവരിങ്ങ് സെറ്റാക്കിയോളൂ. ഇപ്പം ആ ഡൗട്ട് എനിക്ക് മാറി. എനിക്കും ഉണ്ടായിരുന്നു എങ്ങനെ ഈ പാലം എങ്ങനെ 3 വരി പാതയാക്കാനുള്ള വീതി ഉണ്ടായിരുന്നോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയാണ് കേട്ടോ. പുതിയ പാലം പണിഞ്ഞ് അവർ 2 പാലവും കൂടെ സെറ്റാക്കിയതിന് ശേഷം പിന്നെയാണ് 3 വരി പാതയും 3 വരി പാതയും 6 വരി പാത സെറ്റാക്കുന്നത്. അപ്പോൾ കറക്റ്റ് വീതിയിൽ അവർ പണിഞ്ഞോളും. ഇവിടെയും ഗഡറുകൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗഡറുകൾ സ്ഥാപിച്ച് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞുണ്ടോ. പാലം ഒരുപാട് ദൂരത്തേക്ക് പാലം പണി പൂർത്തിയാക്കി. കമ്പിയുണ്ട് കേട്ടോ, വണ്ടി ഇറക്കിയാൽ പഞ്ചറാവും. അപ്പോൾ നമ്മൾ കാവനാട് എത്താറായി. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് കേട്ടോ. അവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസിൽ പ്രധാനപ്പെട്ട പാടുള്ള പണികളൊക്കെ ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട്.
ബാക്കി പണി ഇങ്ങനെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണികൾ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ പണി ഒരുവിധമായി കഴിഞ്ഞാൽ ബാക്കി വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടത്തും. ബാക്കി നമ്മൾ പാരിപ്പള്ളി ചാത്തന്നൂർ ഭാഗത്തെ കാഴ്ചകളായിട്ട് ഇനി ഒരു ദിവസം വരാം. നമ്മളിപ്പോൾ കാവനാടുത്ത് അണ്ടർപാസിൻ്റെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വർക്കിംഗ് ആണ് ക്യാമറ. ഇവിടുത്തെയും എന്താണ് ഇവിടുത്തെ അണ്ടർപാസിൽ പെയിൻ്റൊക്കെ അടിച്ച് പുതുമണവാളനാക്കിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി.